വയനാട് കള്ളാടി ദുരന്തം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്ന് മുൻ റവന്യൂ മന്ത്രി കെ രാജൻ. അന്വേഷണം നടക്കുന്നതിന് മുൻപ് ചാർജ് ഫ്രെയിം ചെയ്യുന്നത് ശരിയല്ലെന്നും കെ രാജൻ മീഡിയ വണിനോട് പറഞ്ഞു. മുൻ റവന്യൂ മന്ത്രി കെ രാജനാണ് എന്നോടൊപ്പം ഉള്ളത്. ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് 2 വർഷം മുൻപ് ഒരു വലിയ അപകടം ഉണ്ടായി. അന്ന് ഈ ദുരന്ത നിവാരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയാണ്. അത്ര വലിയൊരു ദുരന്തമല്ലെങ്കിലും ഈ ദുരന്തഭൂമിയിൽ വരുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഇതിൻ്റെ ഏകോപന പ്രവർത്തനങ്ങൾ കുറെ കൂടി കാർക്കശ്യമായി നമുക്ക് മുന്നോട്ട് പോകണം. സർക്കാരിന് എല്ലാവിധ പിന്തുണയും ഈ കാര്യത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരുമിച്ച് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയമോ ജാതിമത ചിന്തകളൊന്നുമില്ലാതെ മനുഷ്യനായി നിന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ കരണീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലാണ് കേന്ദ്രീകരിക്കേണ്ടത്. പക്ഷേ അതോടൊപ്പം തന്നെ 2 കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഒന്ന്, ഇവിടെ നടക്കുന്നത് പോലെ നമ്മുടെ ദുരന്തത്തിൽ കാണാതാവപ്പെട്ട, നമുക്ക് മനസ്സിലാകപ്പെട്ടതും മനസ്സിലാക്കപ്പെടാത്തതുമായിട്ടുള്ള ആളുകൾ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് എല്ലാ അർത്ഥത്തിലും നോക്കണം. ചാലിയാർ പുഴ ഒഴുകുന്ന വഴിയിലുള്ള കോൺക്രീറ്റ് പാളികൾക്കകത്തുൾപ്പെടെ നല്ല പരിശോധന. കൂട്ടിയിട്ട മണ്ണിൽ മാത്രം പോരാ, ആ വഴിയിലൂടെ പോകുന്ന വഴിയുടെ സൈഡിലോ മണ്ണിനിടയിലോ കോൺക്രീറ്റ് ഭിത്തികളിലോ ഉൾപ്പെടെ കിടക്കുന്നുണ്ടോ എന്നതടക്കം റഡാർ സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഴത്തിലുള്ള പരിശോധന നടത്തണം. ആ പരിശോധനയെ പോലെ തന്നെ പ്രധാനമാണ് ഇനി കാലാവസ്ഥ പ്രതികൂലമായാൽ ഇവിടെ കൂടിക്കിടക്കുന്ന മണ്ണും ഇവിടെ ഭാഗമായിട്ട് ഒലിച്ചുപോയതിൻ്റെയും ഒഴുകി വന്നതിൻ്റെയും ഭാഗമായിട്ടുള്ള മണ്ണും അടിയന്തരമായി സെറ്റിൽ ചെയ്യണം. അത് ഇനി ഒരു തുടർ ദുരന്തത്തിന് കാരണമാകരുത്. അതാണ് അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടാകണം എന്ന് ബന്ധപ്പെട്ട ആളുകളോടെല്ലാം പങ്കുവച്ചിട്ടുണ്ട്. കൂട്ടായി പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മളെല്ലാവരും ഒരു മനസ്സായി നിൽക്കുക. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത് ഇത് ഈ മുണ്ടക്കയിൽ ഉണ്ടായ പോലെ ഒരു പ്രകൃതി ദുരന്തമല്ല, ഒരു മനുഷ്യ നിർമ്മിത ദുരന്തമാണ്. ഈ മണ്ണ് കൂട്ടിയിട്ടിരുന്നത് മാറ്റണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടും അത് പാലിക്കപ്പെട്ടിട്ടില്ല. അല്ല, അങ്ങനെ എല്ലാവരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയാൽ എന്താകും അതിൻ്റെ സ്ഥിതിയെന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൻ്റെ പരിധിക്കിടയിൽ ഈ കാര്യങ്ങളെല്ലാം വരും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരട്ടെ. അപ്പോൾ ആ കാര്യങ്ങളിൽ പറയാനുള്ള അഭിപ്രായങ്ങളെല്ലാം നമുക്ക് പറയാനാണ്. ഇപ്പം മുൻഗണന ദുരന്ത നിവാരണത്തിനും ദുരന്ത ലഘൂകരണത്തിനുമാണ്. അതിൽ കേന്ദ്രീകരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അന്വേഷണം സമഗ്രമായിരിക്കണമല്ലോ. അന്വേഷണത്തിന് ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളും സമഗ്രമാണ്. അപ്പോൾ അതിൽ എല്ലാം പഠനം. അന്വേഷിക്കാൻ പ്രഖ്യാപിക്കുമ്പോൾ നേരത്തെ തന്നെ ചാർജ് ഫ്രെയിം ചെയ്യരുത്. ചാർജ് ഫ്രെയിം ചെയ്യുന്നത് അന്വേഷണത്തിന് ശേഷമാകണം. അപ്പോൾ വരട്ടെ. അപ്പോൾ നമുക്ക് നോക്കി ആരാണ് കുറ്റക്കാരെങ്കിലും നമുക്കത് കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. മുന്നറിയിപ്പ് കൊടുത്തിട്ട് ബന്ധപ്പെട്ടവർ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തവർ അതിൻ്റെ തുടർ നടപടികൾ ചെയ്തത് എന്താണ്, ഇത് നടത്താൻ നിശ്ചയിച്ചവരും കൊണ്ടുപോകുന്നവരും ആരാണ്, ഇതൊക്കെ അടക്കം എല്ലാ വിഷയങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരില്ലെങ്കിൽ വരുത്തണം. അതാണിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ പുത്തുമല, മുണ്ടക്കൈ, അതിനുശേഷം അതേ റൂട്ടിലാണ്, വളരെ അടുത്താണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തുരങ്കപാത നമ്മുടെ ഈ യാത്രാ ക്ലേശം പരിഹരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു പാരിസ്ഥിതിക ആഘാത പഠനം, സാമൂഹ്യ ആഘാത പഠനം അതൊക്കെ കുറച്ചുകൂടി നടത്തിയിട്ട് വേണ്ടേ ഉണ്ടാക്കാൻ? നേരത്തെ നടത്തിയിട്ടുണ്ടാകുമല്ലോ. സാമൂഹ്യ ആഘാത പഠനവും പരിസ്ഥിതി പഠനവും നടത്താതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഇതിന് അനുവാദം കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ വീണ്ടും നമുക്ക് ഈ ഘട്ടം കഴിഞ്ഞിട്ട്, ഈ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആ കാര്യങ്ങളിൽ സമഗ്രമായിട്ടുള്ള ആലോചന നടത്താം. അപ്പോഴാണ് ആ ഘട്ടത്തിലേക്കാണ് കിടക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് നോ എന്ന് പറയാനോ ഏതെങ്കിലും ഒന്ന് എസ് എന്ന് പറയാനോ ഉള്ളൊരു ഘട്ടമല്ല. ഇപ്പോൾ ഉള്ളത് എന്തുണ്ടായി എന്ന് ആദ്യം മലയാളിയോട് പറയണം, നമുക്കെല്ലാവർക്കും അറിയണം. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക. എന്തായാലും എങ്ങനെയാണ് അപകടം ഉണ്ടായത്, എന്ത് സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയണം എന്നതുകൂടിയാണ് മുൻ റവന്യൂ മന്ത്രിയായ കെ രാജൻ പങ്കുവയ്ക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, വയനാട്.